നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ തന്നെ 20 ദിവസത്തിനിടയിൽ ഏകദേശം 10 തവണയോളം ഈ ദുരന്ത മുന്നറിയിപ്പ് നൽകുന്ന കടലിന്റെ അടിത്തട്ടിൽ കാണുന്ന ഓർ മത്സ്യം പുറത്തേക്ക് വന്നിരുന്നു. ഈ മത്സ്യം വന്നതിന് പിന്നാലെ തന്നെ എന്തൊക്കെയോ വലിയ ദുരന്തം സംഭവിക്കാൻ പോവുകയാണ് എന്നുള്ളൊരു വാർത്ത വന്നിരുന്നു. എന്നാൽ ഇപ്പോൾ കൃത്യമായി സമയവും തീയതിയും പറഞ്ഞുകൊണ്ട് ഒരു ദുരന്തം സംഭവിക്കുമെന്നുള്ള മുന്നറിയിപ്പ് ഈ രാജ്യത്ത് ലഭിക്കുകയാണ്. ജപ്പാന്റെ പുതിയ ബാബ വാങ്ക എന്നറിയപ്പെടുന്നയാളാണ് ജാപ്പനീസ് മാംഗ കലാകാരിയായ റിയോ തൽസുക്കി. അവരുടെ ഒരു പ്രവചനം ലോകത്തെ ഒന്നടങ്കം മുൾമുനയിൽ നിർത്തിയിരിക്കുകയാണ്. 2025 ജൂലൈയിൽ ജപ്പാനിൽ വലിയൊരു ദുരന്തം വരുന്നുണ്ട് എന്നാണ് ആഴ്ചകൾക്ക് മുമ്പ് അവർ പ്രവചിച്ചിരുന്നത്. എന്നാൽ കൃത്യമായി ജൂലൈ എത്രാം തീയതിയാണ് എന്നടക്കമുള്ള വിവരങ്ങൾ ഇപ്പോൾ പുറത്തു വരികയാണ്. പ്രവചനത്തിന് പിന്നാലെ ജപ്പാനിലേക്കുള്ള വിനോദസഞ്ചാരികളുടെ വരവിൽ വൻ ഇടിവാണ് സംഭവിച്ചിരിക്കുന്നത്. ഈ മാസം അവസാനത്തിനും ജൂലൈ ആദ്യത്തിനും ഇടയിലുള്ള വിമാന ബുക്കിംഗുകളിൽ വലിയ രീതിയിൽ കുറവും ഉണ്ടായിരിക്കുന്നു. ഇപ്പോഴിതാ വലിയ ദുരിതത്തിന്റെ ദിവസവും സമയവും വരെ അവർ പുറത്തുവിട്ടിരിക്കുകയാണ്. ജൂലൈ 5-ന് ജപ്പാനിലും ചില അയൽ രാജ്യങ്ങളിലും ഒരു വലിയ ദുരന്തം ഉണ്ടായേക്കുമെന്നും ഇത് വ്യാപകമായ നാശത്തിന് കാരണമാകുമെന്നുമാണ് തൽസുക്കി തന്റെ മാംഗ പുസ്തകമായ ദി ഫ്യൂച്ചർ ഐസോയിൽ അവകാശപ്പെടുന്നത്. ഈ പ്രവചനം കിഴക്കൻ ഏഷ്യയിൽ ആശങ്ക സൃഷ്ടിച്ചിട്ടുണ്ട്. ഇത് ഹോങ്കോങ്, തായ്വാൻ, ചൈന തുടങ്ങിയ പ്രദേശങ്ങളിൽ നിന്ന് ജപ്പാനിലേക്കുള്ള യാത്രയിൽ ഏകദേശം 50 മുതൽ 83% കുറവുണ്ടാക്കിയിട്ടുണ്ട് എന്നാണ് പറയുന്നത്. ചില എയർലൈനുകൾ ജൂലൈയിൽ ഷെഡ്യൂൾ ചെയ്തിരുന്ന വിമാനങ്ങൾക്ക് പോലും റദ്ദാക്കിയിട്ടുണ്ട്. കടൽ തിളച്ചു മറിയുന്നതിന്റെ അസ്വസ്ഥജനകമായ ഒരു ചിത്രം തൽസുക്കി പുസ്തകത്തിൽ വരച്ചിട്ടുമുണ്ട്. ഇത് വെള്ളത്തിനടിയിലെ അഗ്നിപർവ്വത സ്ഫോടനമോ ഭൂകമ്പ സംഭവമോ ആയി വിദഗ്ധർ വ്യാഖ്യാനിക്കുന്നുണ്ട്. അവരുടെ പ്രവചനം അനുസരിച്ച് ജൂലൈ 5-ന് പുലർച്ചെ 4:18 ജപ്പാനും ഫിലിപ്പീൻസിനും ഇടയിലുള്ള സമുദ്രത്തിന്റെ അടിത്തട്ടിൽ എവിടെയെങ്കിലും ദുരന്തം സംഭവിക്കാം എന്നാണ് റിപ്പോർട്ട്. ഇത് 2011 ഉണ്ടായതിനേക്കാൾ വളരെ ശക്തമായ സുനാമിക്ക് കാരണമാകുമെന്നും പ്രവചനത്തിൽ പറയുന്നു. ഈ പ്രവചനം ഭീതി പടർത്തിയതോടുകൂടി പൊതുജനങ്ങൾ ശാന്തരായിരിക്കണമെന്ന് ആവശ്യപ്പെട്ട് ജാപ്പനീസ് സർക്കാർ പ്രസ്താവനകൾ പുറപ്പെടുവിച്ചു കഴിഞ്ഞു. അടിസ്ഥാനരഹിതമായ കിംവദന്തികളിൽ വീഴരുത് എന്നും മിയാങ്ങി ഗവർണർ പൗരന്മാരോട് അഭ്യർത്ഥിച്ചിട്ടുണ്ട്. തൽസുകിയുടെ പ്രവചനത്തെ പിന്തുണയ്ക്കുന്നതിന് ശാസ്ത്രീയ തെളിവുകളൊന്നുമില്ല എന്ന് സർക്കാരും ശാസ്ത്ര വിദഗ്ധരും വ്യക്തമാക്കി. അനാവശ്യമായ ഇത്തരത്തിലുള്ള വാർത്തകൾ അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള സംഭവങ്ങളുമായി ബന്ധപ്പെട്ട് ഭയപ്പെടുത്തേണ്ട കാര്യമില്ല. ശാസ്ത്രീയമായി ഇതിനൊരു തെളിവില്ലെന്ന് പറയുമ്പോഴും പക്ഷേ ഇത്തരം പ്രവചനങ്ങൾ മുമ്പും സത്യമായിട്ടുള്ള അനുഭവങ്ങൾ നമ്മുടെ ഇടയിൽ ഉള്ളതുകൊണ്ട് തന്നെ ഇത്തരം പ്രവചനങ്ങൾ ഇപ്പോഴും ഭയത്തോടു കൂടി തന്നെയാണ് ജനങ്ങൾ കാണുന്നത്. എന്തായാലും ജൂലൈ 5 വരെ കാത്തിരിക്കേണ്ട ഒരു സാഹചര്യമാണ് നിലവിലുള്ളത്.